ധർമ്മസ്ഥലയിൽ 5-6 ദിവസമായിട്ട് കുഴിക്കുന്നുണ്ടല്ലോ. കുറേ പോലീസുകാരും NIA-യും അല്ലാത്ത IA-യും CBI-യും ക്രൈംബ്രാഞ്ചും എല്ലാം കൂടി ചേർന്നിട്ട്. നിങ്ങൾ ഇനി എന്നാക്കെ കൊണ്ടുവന്നാലും അവിടെ JCB കൊണ്ടുവന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ കടലിലെ മണ്ണ് വാരുന്ന സാധനം കൊണ്ടുവന്നോ വെള്ളം മാന്തിക്കോ, അവിടുന്ന് കുറേ എല്ലും കഷ്ണമൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ ഈ കേസൊന്നും തെളിയാനൊന്നും പോകുന്നില്ല. ആരും യാതൊരു പ്രതീക്ഷയും അതിൻ്റെ മുകളിൽ വെക്കണ്ട. ഇന്നലെ ഒരു എല്ലും കഷ്ണം കിട്ടിയെന്ന് പറഞ്ഞല്ലോ, കുറേ ഏതോ ഒരു ബോഡിയുടെ കുറേ പാർട്ടുകൾ മൊത്തമായിട്ട് കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ഫോറൻസിക് അനാലിസിസ് 2-3 ദിവസം കഴിയുമ്പോൾ വരും. എന്തായിരിക്കുന്നോ, അത് സ്ത്രീയുടെ മൃതശരീരമല്ല, അത് പുരുഷൻ്റേതാണ്, അല്ലെങ്കിൽ അത് ചിലപ്പം 40 വർഷം 50 വർഷം പഴക്കമുള്ളതാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു മുടന്തൻ ന്യായമായിട്ട് റിപ്പോർട്ടിങ് വരും. എല്ലാവർക്കും സമാധാനമാവും. ഇപ്പം സകല ചാനലുകാരും ഇതിനെ പൊക്കി പറഞ്ഞുകൊണ്ട് ക്യാമറയും പിടിച്ചിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. ഇപ്പം കിട്ടും, എക്സ്ക്യൂം ചെയ്യുന്നു, അവിടുന്ന് 5ാമത്തെ സ്പോട്ട് 6ാമത്തെ സ്പോട്ട്, നിങ്ങൾ എത്ര സ്പോട്ട് വേണേൽ തപ്പിക്കോ. ഏതായാലും നിങ്ങൾ തന്നെ പറഞ്ഞു ഓൾറെഡി 400ഓളം ശവങ്ങൾ അവിടെ ഉണ്ടെന്ന്. അപ്പം തീർച്ചയായിട്ടും ഈ 1, 2, 3 എണ്ണി 400 വരെ എന്തായാലും പോകുമല്ലോ. പോട്ടെ, മാന്ത് 10 വർഷം മുമ്പ് അവിടെ ആരും കയറാത്ത സ്ഥലം, അതായത് 2014 വരെയുള്ള കാര്യമാണ് ഈ മനുഷ്യന് അറിയാവുന്നത്. ഇപ്പോൾ 2014 തൊട്ട് 2025 വരെ ഈ 10-11 വർഷം അവിടെ വെള്ളപ്പൊക്കങ്ങൾ പലതും ഉണ്ടായി. അവിടെ മരങ്ങൾ ഒരുപാട് വളർന്നു വന്നു, പുതിയ കാട് അവിടെ രൂപപ്പെട്ടു. ഇനി അതിനിടയിൽ പോയി മാന്തിയിട്ട് കിട്ടിയെന്ന് തന്നെ വെച്ചു. എന്തായിരിക്കും അവിടെ പറയാൻ പോകുന്നത്? ആ ശവങ്ങളൊക്കെ ചിലപ്പം വെള്ളത്തിൽ ഒഴുകി വന്നായിരിക്കാം, വെള്ളത്തിൽ മുങ്ങി മരിച്ചതായിരിക്കാം, അതിൻ്റെ മുകളിൽ മണ്ണ് വന്ന് നികന്നു. ഇതൊക്കെയല്ലേ ന്യായങ്ങൾ പറയാൻ പോകുന്നത്. എവിടുന്ന് എന്ത് തെളിവ് കിട്ടാനായിട്ടാ? ആരെ ഇവിടെ പിടിക്കാനൊന്നും പോകുന്നില്ല. ഇത് കുറേ ഓളം ഉണ്ടാക്കും. അടുത്ത വലിയ ന്യൂസ് വരുന്നിടം വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും പോലീസും വിടും, പട്ടാളം വിടും, ഗവൺമെൻറ്റും വിടും. ഈ കാര്യമൊക്കെ വിട്ടം കളയും. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കേസല്ലേ. BJP ഗവൺമെൻറ് ആ അമ്പലത്തിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അമ്പലത്തിനെതിരായിട്ടോ അമ്പലത്തിൻ്റെ രക്ഷാധികാരികൾക്കെതിരായിട്ടോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ കേസൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. അയാളെ കറക്റ്റ് പേരാ വിളിച്ചത്, വിസിൽ ബ്ലോവർ. അവസാനം അയാളെ വിസിൽ ബ്ലോവറായിട്ട് തന്നെ പ്രഖ്യാപിക്കും. അതോടുകൂടി അയാൾക്ക് സമാധാനമാവും. പല ഡെഡ് ബോഡികളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, കുറേയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കുറേ ചെയ്തതിൻ്റെയൊക്കെ റെക്കോർഡുകൾ ആ അമ്പലത്തിനടുത്തുണ്ട്, അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്നോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ കുറേ ശവങ്ങളൊക്കെ പ്രത്യേക നമ്പരൊക്കെ ഇട്ടാണ് മറവ് ചെയ്തിരിക്കുന്നത്. അതിനൊന്നും കുറേ കിട്ടും. ആറ്റുതീരത്തുള്ള ഈ കാട്ടിൽ പോയി എന്തുമാത്രം തപ്പിയാലും എന്തൊക്കെ ചെയ്താലും ഒരു കേസന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള, ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ടു, ഏതോ ഒരു ബ്ലൗസിൻ്റെ പീസ് കിട്ടി, അല്ലെങ്കിൽ ഇനി നാളെ പറയും ഇന്നർ ഗാർമെൻറ്റിൻ്റെ പീസ് കിട്ടി. ഇതൊക്കെ വെള്ളത്തിലൊഴുകി വന്നായിരിക്കാം, എന്തായിക്കൊടുന്നില്ലേ. പിന്നെ ഇതെന്താണ്, ഒരു സസ്പെൻസ് ത്രില്ലർ. ചില പുതിയ സിനിമ വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പോകും, 100 ദിവസമൊക്കെ ആ സിനിമ ഓടും എന്ന് പറഞ്ഞ പോലെ ഈ ധർമ്മസ്ഥല എന്ന സിനിമ കഥ ഇതിങ്ങനെ ഓടും, ഒരാഴ്ചയോ 2 ആഴ്ചയും കൂടി ഓടും. അത് കഴിയുമ്പോൾ അടുത്ത് എന്തെങ്കിലും പ്രശ്നം വന്നോളും. അത് കഴിയുമ്പോഴത്തേക്കും തേഞ്ഞു മാഞ്ഞങ്ങ് പോകും. ഇത് കൂടുതൽ ഇവിടെ ഈ ഇന്ത്യയിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഞാൻ എടുത്തു പറയുന്നു, അമ്പലമാണ് വിഷയം. അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകും. ആരും അതിനെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും വെക്കണ്ട. ധർമ്മസ്ഥലയിൽ സത്യം കുഴിച്ചെടുക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദുരൂഹത മറനീക്കാനുള്ള തീവ്ര പ്രയത്നമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്താണ് ധർമ്മസ്ഥലയിൽ ഈ ദിവസങ്ങളിൽ ഇതുവരെ സംഭവിച്ചത് എന്നത് നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. പ്രത്യേക അന്വേഷണ സംഘം അവിടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നേത്രാവതി കരയിൽ നേരത്തെ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായി മാർക്ക് ചെയ്യപ്പെട്ട പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ പരിശോധന മണ്ണ് കുഴിച്ച് പരിശോധന നടക്കുന്നത്. ഇന്ന് പരിശോധനയുടെ 5ാം ദിനമാണ്. സാക്ഷി SITക്ക് കാണിച്ചു കൊടുത്തത് നേരത്തെ 13 പോയിന്റുകളായിരുന്നു. ഈ 13 പോയിന്റുകൾ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യ 4 ദിവസങ്ങളിൽ പരിശോധിച്ച 1 മുതൽ 6 വരെയുള്ള പോയിന്റുകളാണ്. വെള്ളക്കെട്ട് ഒരു പ്രതിസന്ധിയായിരുന്നു. പ്രളയം ഉൾപ്പെടെ ഉണ്ടായ മേഖലയാണ്. 6ാമത്തെ പോയിന്റിൽ നിന്ന് 15 അസ്ഥികൾ ഇന്നലെ കണ്ടെത്തി. അവയിൽ ചിലത് പൊട്ടിയ രൂപത്തിൽ ആയിരുന്നു. ഇതുവരെ പരിശോധിച്ചത് തൊഴിലാളികളെ കൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് കടക്കുകയാണ്. കുഴിയെടുത്തും മണ്ണ് മാന്തിയും കൊണ്ടുള്ള തിരച്ചിൽ അത് തുടരുന്നതിന് ഒപ്പം തന്നെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കുമുള്ള ശ്രമങ്ങൾ, ആലോചനകൾ ഇപ്പോൾ നടക്കുകയാണ്. അങ്ങനെ വിപുലമായ ആലോചനകളുടെ അടിസ്ഥാനത്തിൽ വിപുലമായ സംഘം തന്നെയാണ് ഇപ്പോൾ പരിശോധനകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ ഇതുവരെ പരിശോധിച്ചത് 5ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ ഇനി കൂടുതൽ പരിശോധനയ്ക്കായി അസ്ഥികൾ അയക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് SIT നീങ്ങുകയാണ്. ഇനി എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് മണ്ണുമാന്തി യന്ത്രം 7ാമത്തെ പോയിന്റ് ലക്ഷ്യമാക്കി പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ SIT ഉദ്യോഗസ്ഥരാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ എത്തി കുഴിച്ചെടുക്കൽ നടപടികൾ, ആ ഒരു തിരച്ചിൽ നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധർമ്മസ്ഥലയിലെ തിരച്ചിലിന് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണോ എന്ന കാര്യത്തിൽ ചില ആലോചനകൾ
നടക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനം കൂടി ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുറെ കൂടി ശാസ്ത്രീയമായി വേഗത്തിൽ തിരച്ചിൽ നടത്താനാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 100-ലധികം മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ട്, നിർബന്ധിക്കപ്പെട്ടതിനാൽ മറവ് ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ നേരത്തെ ഉണ്ടായിരുന്ന വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കാണാതായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പഴയ കേസുകൾ അവ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ട് ധർമ്മസ്ഥലയിൽ തിരച്ചിൽ തുടരുന്നത്. ധർമ്മസ്ഥലയിൽ അസ്ഥി കണ്ടെത്തിയതിൽ വിശദീകരണവുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കേശവ ഗൌഡ അതിനിടെ രംഗത്ത് വരികയാണ്. മുൻപ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് നിയമപരമായിട്ടായിരുന്നു എന്നതാണ് കേശവ ഗൌഡ വിശദീകരിക്കുന്നത്.